ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു ദ ചാനൽ. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്ന ഒരു കൊങ്കണി റെസിപ്പിയാണ് കേട്ടോ. മഷ്റൂം സോങ് അല്ലെങ്കിൽ മഷ്റൂം പണ്ണാപ്പ് കറി എന്നാണ് ഇതിനെ വിളിക്കുക. അപ്പോൾ പേര് നിങ്ങൾക്ക് കുറച്ച് അപരിചിതമാണെന്നറിയാം, പക്ഷേ ഇത് ഒരു കൊങ്കണി റെസിപ്പിയാണ്. അപ്പോൾ ഇത് കുറച്ച് ഓയസ്റ്റർ മഷ്റൂംസ് ആണ്. ഇത് നന്നായി കഴുകിയിട്ടുണ്ട്. ഇനി ഇത് നന്നായി മുറിച്ച് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് മാറ്റി വെക്കാം. ഇനി നമുക്കൊരു പാൻ എടുക്കണം. അതിലേക്ക് കുറച്ച് ഓയിൽ, ഒരു 2 ടേബിൾ സ്പൂൺ ഓയിലാണ് ഞാൻ എടുത്തത്. അത് നിങ്ങൾ കോക്കനട്ട് ഓയിലാണ് യൂസ് ചെയ്യുന്നെങ്കിൽ നല്ലതാണ്, നല്ല ടേസ്റ്റും ഉണ്ടാവും. ഞാൻ യൂസ് ചെയ്യുന്നത് റിഫൈൻഡ് ഓയിലാണ്. ആ ഓയിലൊന്ന് ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് കട്ട് ചെയ്ത് വെച്ച ഓണിയൻസും കൂടി ചേർക്കാം. ഓണിയൻസ് അത്യാവശ്യം ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്യണം കേട്ടോ. മീൻസ് നിങ്ങൾ ചെയ്യുവാണെങ്കിൽ, ഈ റെസിപ്പി നിങ്ങൾ ട്രൈ ചെയ്യുവാണെങ്കിൽ നന്നായിട്ട് പൊടിയായിട്ട് അരിഞ്ഞാൽ അതിന് ടേസ്റ്റ് കൂടും. പിന്നെ നമ്മൾ ഈ ഓണിയൻസൊക്കെ വഴറ്റുമ്പോണ്ടല്ലോ, ഈ ഉപ്പ് അല്ലെങ്കിൽ പഞ്ചസാര ചേർത്താൽ അത് വേഗം കുക്കാവും. പിന്നെ ഞാനിതിൽ മീഡിയം സൈസ് 4 ഓണിയൻസാണ് എടുത്തത് കേട്ടോ. പിന്നെ ഈ ഒരു പരുവത്തിലാവുമ്പോൾ നമുക്കിനി ഇതിലേക്ക് ചില്ലി പൗഡർ ചേർക്കാം. ഞാനിതിലേക്ക് ഏകദേശം 3 സ്പൂണ് കശ്മീരി ചില്ലി പൗഡറാണ് ചേർത്തത്. നിങ്ങളടുത്ത് കശ്മീരി ചില്ലി പൗഡർ ഇല്ലെങ്കിൽ സാധാരണ ചില്ലി പൗഡർ അതൊരു 2 സ്പൂണ് ചേർത്താൽ മതി. അതിൽ നല്ല എരിവുണ്ട്, അതുകൊണ്ടാണ്. ഇതൊന്ന് നന്നായിട്ട് വഴറ്റണം. ഇതിൽ ഓയിലൊക്കെ ഒന്ന് പുറത്ത് വരണം. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് സ്റ്റെപ്പാണ് നമ്മൾ ഇതിലേക്ക് കുറച്ച് പുളിവെള്ളം ഒഴിക്കണം. ഞങ്ങൾ യൂസ് ചെയ്യുന്നത് വാളൻപുളിയാണ്. കൊങ്കണി റെസിപ്പീസിലായാലും ഞങ്ങൾ സാധാരണ വീട്ടിൽ ഒക്കെ യൂസ് ചെയ്യുന്നത് വാളൻപുളിയാണ്. കുടംപുളി ഞങ്ങൾ അധികം യൂസ് ചെയ്യാറില്ല. അപ്പോൾ ഈ കേരള സ്റ്റൈല് ഫിഷ് കറിയൊക്കെ ഉണ്ടാക്കുമ്പോഴാണ് കുടംപുളിയൊക്കെ ഞങ്ങൾ യൂസ് ചെയ്യാം. ഇനി ഇതിലേക്ക് കുറച്ച് ചൂടുവെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക. ഞാനൊരു 1/2 കപ്പ് വെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ചത്. പിന്നെ ഇതൊന്ന് കുറച്ച് നേരം അടച്ച് വെക്കാം. ഈ ഗ്രേവി ഒരു ബേസിക് ഗ്രേവിയാണ് കേട്ടോ. ഞങ്ങൾ ഫിഷ് കറിയിലായാലും പിന്നെ പൊട്ടാറ്റോ ആയാലും ഇങ്ങനൊരു കറി ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ഈ മഷ്റൂമിന് പകരം ഫിഷ് ചേർക്കുന്നു, അല്ലെങ്കിൽ വേവിച്ച പൊട്ടാറ്റോ ചേർക്കുന്നു, അത്രേ ഉള്ളൂ. പിന്നെ ഇത് ഈ ഗ്രേവി ഒന്ന് തിക്കായിട്ട് വരുന്നുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം. ഇനി എന്താ ഉപ്പ് വേണോ അല്ലെങ്കിൽ ചില്ലി പൗഡർ ചേർക്കണോ, അതൊക്കെ ഒന്ന് നമ്മൾ ചെക്ക് ചെയ്യാം. അതൊക്കെ സെറ്റായ ശേഷം നമ്മൾ ഇനി ഇതിലേക്ക് ഈ നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന മഷ്റൂം ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ചേർക്കാം. അത് നന്നായിട്ട് പിഴിഞ്ഞിട്ട് വേണം ചേർക്കാൻ. ബിക്കോസ് മഷ്റൂമിൽ അത്യാവശ്യം വെള്ളമുണ്ട്. അത് നമ്മൾ പിഴിഞ്ഞാലും അതിൽ വെള്ളം ഉണ്ടാവും. അപ്പോൾ ഗ്രേവി അധികം ആവണമെങ്കിൽ നമ്മൾ ഇത് പിഴിഞ്ഞിട്ട് വേണം ചേർക്കാൻ. ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് അടച്ച് വെക്കണം. കുറച്ച് നേരം കുക്കാവണം. ഈ നമ്മുടെ ബട്ടൺ മഷ്റൂം പോലെയല്ല, ഇതിന് കുറച്ചും കൂടി വേവുണ്ട്. നമ്മൾ ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ സാധാരണ നമ്മൾ ഉണ്ടാക്കുമല്ലോ, അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ ഇതിന് കുറച്ചും കൂടി കുക്കിംഗ് ടൈം കൂടുതലാണ്. അപ്പോൾ നമ്മൾ കുറച്ച് നേരം അടച്ച് വെക്കാം, എന്നിട്ട് കുക്ക് ചെയ്യാം. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഈ റെസിപ്പി തന്നെയാണ് നമ്മൾ ഫിഷ് കറിക്കും യൂസ് ചെയ്യുന്നതെന്ന്. അപ്പോൾ അതും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാലുണ്ടല്ലോ, അടിപൊളിയായിരിക്കും കേട്ടോ. ഈ കറി ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് കുറച്ചും കൂടി ഒന്ന് ഡ്രൈ ആക്കണമെങ്കിൽ കുറച്ച് നേരം കൂടി ചെറിയ ഫ്ലെയിമിൽ നമുക്ക് വെക്കാം. അപ്പോൾ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളെ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യുക. ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു സോ മച്ച്.